നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന അല്ലെങ്കിൽ ഡിബേറ്റിനൊക്കെ നിൽക്കുന്ന ചോദ്യങ്ങളിലൊന്നാണ് ആരാണ് ഇതുവരെയുള്ളതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിക്കറ്റർ എന്നത്. ഗോട്ട് ആരാണ്? പലർക്കും പല ഉത്തരങ്ങളുണ്ടാകാം. ചിലർക്കത് സച്ചിൻ ആകാം, ചിലർക്കത് ഡോൺ ബ്രാഡ്മാൻ ആകാം, ചിലർക്ക് വിവിയൻ റിച്ചാർഡ്സ് ആകാം, ചിലർക്ക് വിരാട് കോഹ്ലി ആവാം, മറ്റു ചിലർക്ക് ബ്രയാൻ ലാറയാകാം. അങ്ങനെ പല ഉത്തരങ്ങൾ വന്നേക്കാം. കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊരു ഡിബേറ്റിൽ മുൻ ഓസീസ് ഇതിഹാസ പേസറായ ബ്രെറ്റ് ലീ കൂടി പങ്കുചേരുകയുണ്ടായി. വളരെ ശ്രദ്ധേയമായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകടനം. ബ്രെറ്റ് ലീയുടെ അഭിപ്രായത്തിൽ ക്രിക്കറ്റ് ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ബാറ്റർ ഇന്ത്യൻ ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. എന്നാൽ എക്കാലത്തെയും മികച്ച ക്രിക്കറ്റർ, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ഗോട്ട് ആരാണെന്ന ചോദ്യത്തിന് ബ്രെറ്റ് ലീയുടെ മനസ്സിൽ മറ്റൊരു ഉത്തരമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് മറ്റൊരാളുടെ പേരാണ്, ജാക്ക് കാലിസ്. സച്ചിനേക്കാൾ മികച്ചൊരു ബാറ്റർ ക്രിക്കറ്റിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ലീ സമ്മതിക്കുമ്പോഴും ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ കഴിവുകൾ വിലയിരുത്തുമ്പോൾ ജാക്ക് കാലിസ് ആണ് ഈ പട്ടികയിൽ ഒന്നാമതെത്തുന്നതെന്ന് ബ്രെറ്റ് ലീ പറയുന്നു. ശരിയാണ്, ഒരു പരിധിവരെ ഇത് സത്യവുമാണ്. ജാക്ക് ഹെൻറി കാലിസ് എന്ന ഇതിഹാസ ഓൾറൗണ്ടർക്ക് പകരം വെക്കാൻ ശരിക്കും ആരുമില്ല എന്ന് തന്നെ വേണം പറയാൻ. ബാറ്റിംഗിൽ സച്ചിനെയോ റിക്കി പോണ്ടിങ്ങിനെയോ രാഹുൽ ദ്രാവിഡിനെയോ വിരാട് കോഹ്ലിയെയോ ബ്രയാൻ ലാറയെയോ പോലെ ഒരു തികഞ്ഞ ബാറ്റ്സ്മാൻ ആയിരുന്നു അയാൾ. ഇനി പന്തെടുത്താൽ മഗ്രാത്തിനെ പോലെ, സഹീർ ഖാനെ പോലെ, ഷോൺ പൊളോക്കിനെ പോലെ, ബ്രെറ്റ് ലീയെ പോലെ തന്നെ 140 കിലോമീറ്ററിന് മേൽ നിരന്തരം പന്തെറിഞ്ഞിരുന്ന ഒരു തികഞ്ഞ ബോളറായിരുന്നു അയാൾ. ഫീൽഡിലെത്തിയാൽ ജോണ്ടി റോഡ്സിനെ പോലെ, ABDയെ പോലെ, സുരേഷ് റെയ്നെ പോലെ, ഗ്ലെൻ ഫിലിപ്സിനെ പോലെ ഒരിക്കലും ചോരാത്ത കൈകളായിരുന്നു അയാൾക്കുണ്ടായിരുന്നത്. ഇതായിരുന്നു ജാക്ക് കാലിസ് എന്ന ക്രിക്കറ്റർ. ലോകം കണ്ട യഥാർത്ഥ ഓൾറൗണ്ടർമാരുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ് ജാക്ക് കാലിസിന്റെ സ്ഥാനം. മിസ്റ്റർ ഓൾറൗണ്ടർ. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഫീൽഡിങ്ങിലും തികഞ്ഞ ഓൾറൗണ്ടർ ആയിരുന്നു അയാൾ. കാലിസിന്റെ റെക്കോർഡുകൾ അത് നമ്മളോട് പറയും. 166 ടെസ്റ്റ് മത്സരങ്ങൾ, 328 ഏകദിന മത്സരങ്ങൾ, ഇവയിൽ നിന്നായി 25,000-ൽ കൂടുതൽ റൺസും 577 വിക്കറ്റുകളും. ഇത്രയും നേട്ടം കൊയ്ത വേറെ ഒരു ക്രിക്കറ്റ് താരം ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ക്രിക്കറ്റ് ഷോർട്ടർ ഫോർമാറ്റുകളുടെ ജനപ്രീതിയിലേക്ക് പതിയെ അലിഞ്ഞില്ലാതാകുന്ന വരും കാലത്ത് ഇങ്ങനെയൊരാൾ ഒരുപക്ഷെ ഉണ്ടാകാനും പോകുന്നില്ല. ധൈര്യമായി വിളിക്കാം ഇതിഹാസമെന്ന്. ബ്രെറ്റ് ലീ വിശേഷിപ്പിച്ചതുപോലെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന്. കഴിഞ്ഞ ദിവസത്തെ ബ്രെറ്റ് ലീയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: എക്കാലത്തെയും മികച്ച ബാറ്റർ സച്ചിൻ ടെണ്ടുൽക്കറാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്നാൽ ഏറ്റവും മികച്ച ക്രിക്കറ്റർ ജാക്വസ് കാലിസ് ആണ്. ലോകത്തിലെ ഏറ്റവും മികച്ച റെക്കോർഡുകൾ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടനം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. കണക്കുകൾ ഒരിക്കലും കള്ളം പറയില്ല. അദ്ദേഹം ഒരു അവിശ്വസനീയ പ്രതിഭയാണ്. ഹാൻസി ക്രോണിയെ, ഗാരി കെർസ്റ്റൺ, ഹെർഷലെ ഗിബ്സ്, ഷോൺ പൊള്ളോക്ക്, ലാൻസ് ക്ലൂസ്നർ, മാർക്ക് ബൗച്ചർ 90കളിൽ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ രൂപപ്പെടുത്തിയ സുവർണ നിരയിലെ അവസാനത്തെ താരമായിരുന്നു ഇവർക്കൊപ്പം ജാക്ക് കാലിസ്. ഇന്ത്യൻ ക്രിക്കറ്റിന് രാഹുൽ ദ്രാവിഡ് ഒരു കാലത്ത് എന്തായിരുന്നുവോ അതായിരുന്നു കാലിസ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ഒരു സമയത്ത് അവരുടെ ബാറ്റിംഗ് നിരയിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ദ്രാവിഡിനേക്കാൾ ഒരു സമയത്ത് ടെസ്റ്റ് റൺവേട്ടയിൽ സച്ചിനെ വെല്ലുവിളിക്കും എന്നിവരെ തോന്നിപ്പിച്ചിരുന്നു ജാക്ക് കാലിസ്. ബാറ്റ് കൊണ്ട് പഴുതില്ലാത്ത കോട്ട കെട്ടാനും, പന്തുകൊണ്ട് എതിർനിരയിൽ വിള്ളൽ വീഴ്ത്താനും, സ്ലിപ്പിലേക്ക് തെന്നി വരുന്ന എഡ്ജുകൾ പറന്നു പിടിക്കാനും അപാര ശേഷിയുള്ള ഒരു ഒന്നൊന്നര ഓൾറൗണ്ടറായിരുന്നു അയാൾ. ഒരു ക്രിക്കറ്ററിൽ നിന്നും എന്ത് ആവശ്യപ്പെടുന്നുവോ അതിൻ്റെ 110% നൽകാൻ കഴിവുള്ള താരമായിരുന്നു. ബ്രെറ്റ് ലീയിലേക്ക് തന്നെ വരുമ്പോൾ രാജ്യാന്തര ക്രിക്കറ്റിൽ ബ്രെറ്റ് ലീയും ജാക്വസ് കാലിസും തമ്മിലുള്ള റിവൽറികൾ നമ്മൾ ഒരു കാലത്ത് ആസ്വദിച്ചിരുന്നു, ആഘോഷിച്ചിരുന്നു. എന്നാൽ കടുത്ത എതിരാളികളായിരുന്നെങ്കിലും IPLൽ അവർ കുറച്ചു കാലം സഹതാരങ്ങളായി കളിച്ചിട്ടുണ്ട്. 2011നും 2014നും ഇടയിൽ KKRനായിട്ടാണ് അവർ ഒരുമിച്ച് കളിച്ചത്. KKRനായി ജാക്വസ് കാലിസ് 56 മത്സരങ്ങൾ കളിച്ചപ്പോൾ ലീ 2011 മുതൽ 13 വരെ കൊൽക്കത്തൻ താരമായിരുന്നു. മത്സരം എങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിലും ബാറ്റിങ്ങിന് ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് ജാക്വസ് കാലിസ് എത്രത്തോളം ശാന്തനായിരുന്നെന്ന് ലീ ഈ കഴിഞ്ഞ ദിവസത്തെ പോഡ്കാസ്റ്റിൽ ഓർത്തെടുക്കുന്നുണ്ട്. ഒരു സഹതാരം എന്ന നിലയിൽ മത്സരത്തിന് തൊട്ടു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ ഒരുക്കങ്ങൾ ഞാൻ അടുത്തറിഞ്ഞിട്ടുണ്ട്. ബാറ്റിങ്ങിന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഹൃദയമിടിപ്പ് മിനിറ്റിൽ വെറും 30 ഒക്കെയായിരുന്നു. അത്രമാത്രം ശാന്തനായിരുന്നു അദ്ദേഹം. തികച്ചും റിലാക്സ്ഡ് ആയിരുന്നു. അദ്ദേഹം വസ്ത്രം മാറുന്നതും ബാറ്റിംഗ് ഗിയറുകൾ ധരിക്കുന്നതും ഞാൻ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അദ്ദേഹം എപ്പോഴും തൻ്റെ ഇടത്തെ സോക്സാണ് ആദ്യം ധരിക്കുക. ആ സമയത്ത് മറ്റേ സോക്സ് വായക്കുള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും. എല്ലാ ദിവസവും ഒരേ കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചിരുന്നത്. ബ്രെറ്റ് ലീ ഓർക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ KKR ദിനങ്ങൾ. ജാക്ക് ഹെൻറി കാലിസ് എന്ന ക്രിക്കറ്ററുടെ നേട്ടങ്ങളിലൂടെ വെറുതെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ ഒരു ക്രിക്കറ്റർ സ്വപ്നത്തിൽ മാത്രം കാണുന്ന കാര്യങ്ങൾ സാധിച്ച വ്യക്തി എന്നാണ് സൗരവ് ഗാംഗുലിയെപ്പോരാൾ അദ്ദേഹത്തെക്കുറിച്ച് മുമ്പ് വിശേഷിപ്പിച്ചത്. അങ്ങനെ കാലിസിനെ വിശേഷിപ്പിക്കുമ്പോൾ അതിലൊരിക്കലും തെറ്റില്ല എന്ന് കൂടി വേണമെങ്കിൽ പറയാം. സത്യം പറയാമല്ലോ, നെഞ്ചത്ത് കൈവച്ചതിനെ നമുക്കത് സമ്മതിക്കുകയും ചെയ്യാം. കഴിഞ്ഞ അരനൂറ്റാണ്ടിനുള്ളിൽ ജനിച്ചവരാരും തന്നെ ഇതിലും സമ്പൂർണ്ണനായ ഒരു ക്രിക്കറ്ററെ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടറിഞ്ഞിട്ടുണ്ടാവില്ല. പുലിമുരുകനിലെ മൂപ്പൻ പറയുന്നത് പോലെ കേട്ടറിവിനേക്കാൾ വലുതാണ് ജാക്വസ് കാലിസ് എന്ന സത്യം.
ജാക്ക് കാലിസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും അരോചകമായ കേളി ശൈലിയുള്ള ഒരു ബാറ്ററെ ആയിരിക്കാം ഒരുപക്ഷെ ഓർമ്മ വരിക. കാലിസ് ബാറ്റിങ്ങിൽ അല്പം അരോചകം തന്നെ ആയിരുന്നു എന്നത് ഒരു സത്യമാണ്, അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് സ്റ്റൈൽ. എന്നാൽ അയാൾ ഒരിക്കലും കാണികളുടെ ഒരു താരമായിരുന്നു, ഒരു എൻ്റർടൈനർ ആയിരുന്നില്ല, കാണികൾക്ക് വേണ്ടി കളിച്ചിരുന്ന ആളായിരുന്നില്ല. അങ്ങനെ ആകാൻ ശ്രമിച്ചു കണ്ടിട്ടുമില്ല. മടിയൻ്റെ ഒരു ശരീരഭാഷയും ശരീരവും ആർക്കോ വേണ്ടി കളിക്കാൻ വന്ന പോലെയുള്ള ഗാർഡുമാണ് ക്രീസിൽ കാലിസ് ബാറ്റ് ചെയ്യുമ്പോൾ. പക്ഷേ ബോളർ പന്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ കാലിസിൻ്റെ രീതി അങ്ങ് അപ്പാടെ മാറുന്നു. ഗ്യാപ്പുകൾ കണ്ടെത്താനും പ്രതിരോധം തീർക്കാനും എളുപ്പം അയാൾക്ക് സാധിക്കുന്നു. അയാളെ പുറത്താക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയായിരുന്നു അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് എതിരാളികൾക്ക്. ബോളിംഗ് ആണെങ്കിൽ ആക്രമിക്കാൻ ആരും ഭയക്കുന്ന കൃത്യതയായിരുന്നു അയാളുടെ മുഖമുദ്ര. ഇന്ത്യയുടെ സഹീർ ഖാനും ബ്രറ്റ്ലിയും ആയി കിടപിടിക്കുന്ന ബോളിംഗ് ഫിഗേഴ്സ് ആയിരുന്നു അയാളുടെ ബോളിംഗ് മികവിൻ്റെ ഏറ്റവും വലിയ അടയാളം. സവിശേഷമായ ജന്മവാസന മാറ്റിവെച്ച് ക്രിക്കറ്റിലെ യൂട്ടിലിറ്റി കണ്ണോടുകൂടി അളന്നാൽ ആ കണ്ണാടിയിലൂടെ നോക്കിയാൽ ഗോട്ട് ലെവലിൽ തന്നെയാണ് ജാക്ക് കാലിസിന്റെ സ്ഥാനം. അദ്ദേഹം അടിച്ചുകൂട്ടിയ 45 ടെസ്റ്റ് സെഞ്ചുറികളിൽ വെറും 3 എണ്ണമാണ് പാഴായിപ്പോയത്. പിന്നെ 292 ടെസ്റ്റ് വിക്കറ്റുകളും. പ്രതിഭ, അധ്വാനം, അർപ്പണം, നിരവധി കാരണങ്ങൾ നിരത്താം അസാധാരണമായ ഈ കരിയർ നേട്ടങ്ങളെ വിശേഷിപ്പിക്കാൻ. കാലിസിന്റെ ആദ്യ സെഞ്ചുറി എന്ന സൗഭാഗ്യം നേടുന്നത് തൻ്റെ കരിയർ 2ാം വർഷത്തിലേക്ക് കടന്ന ശേഷം മാത്രമായിരുന്നു. ഓസ്ട്രേലിയക്കെതിരെ മെൽബണിൽ ബോക്സിംഗ് ഡേ ടെസ്റ്റിന്റെ അവസാന ദിവസം ഗ്ലെൻ മെഗ്രാത്തും ഷെയ്ൻ ബോണും എറിഞ്ഞ പന്തുകൾ നേരിട്ട് 92 ഓവറുകൾ പിടിച്ചു നിന്നതിന്റെ ഫലമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സെഞ്ചുറി. 1997 ബോക്സിംഗ് ഡേ സമയത്തായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ആദ്യ സെഞ്ചുറി പിറക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള 1.5 പതിറ്റാണ്ടിലേറെ സൗത്ത് ആഫ്രിക്കൻ ക്രിക്കറ്റിനെ മാത്രമല്ല ലോക ക്രിക്കറ്റിലെ തന്നെ അമരക്കാരനായി നിന്നിരുന്നു ജാക്ക് കാലിസ്. ശൈലി കൊണ്ട് ഒരു ക്ലാസിക് ടെസ്റ്റ് ബാറ്റ്സ്മാനായി അയാളെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എങ്കിലും ആ ബ്രാക്കറ്റിനകത്ത് ഒതുങ്ങിക്കൂടുവാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. 10,000-ലധികം ഏകദിന റണ്ണുകളും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ റണ്ണുകളുള്ള ലോകത്തിലെ അപൂർവം ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിട്ടാണ് ജാക്ക് കാലിസ് അരങ്ങൊഴിഞ്ഞത്. അവിടെയും കൂട്ടിനുള്ളത്, ആ ലിസ്റ്റിലും കൂട്ടിനുള്ളത് ടെണ്ടുൽക്കർ മുതൽ രാഹുൽ ദ്രാവിഡ് വരെയുള്ള മഹാപ്രതിഭകളാണ് ഏകദിനത്തിലെ ഈ ഒരു ലിസ്റ്റിലുമുള്ളത്. ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ കാലിസിന്റെ കരിയർ റെക്കോർഡുകൾ അസാധാരണമാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ടെസ്റ്റ് ക്രിക്കറ്റിൽ 55.37 ശരാശരിയിൽ 45 സെഞ്ചുറികൾ ഉൾപ്പെടെ 13,289 റൺസാണ് അദ്ദേഹം നേടിയത്. കൂടാതെ 32.65 ശരാശരിയിലാണ് അദ്ദേഹത്തിന്റെ 292 വിക്കറ്റുകളും അദ്ദേഹം നേടിയത്. അതിനൊപ്പം സ്ലിപ്പിൽ നിന്നും മറ്റുമൊക്കെയായി 200 ക്യാച്ചുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി ഏകദിന ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ 44.36 ശരാശരിയിൽ 17 സെഞ്ചുറികൾ അടക്കം 11,579 റൺസ് നേടിയ കാലിസ് അവിടെയും 31.79 ശരാശരിയിൽ 273 ഏകദിന വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഒരിക്കലൊരു ഇന്റർവ്യൂവിനിടെ ഇന്റർവ്യൂവർ സച്ചിനോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ജാക്ക് കാലിസിൽ നിന്നും താങ്കൾ എന്താണ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു ആ ചോദ്യം. സച്ചിൻ എന്ന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: പിച്ചിലെ ചെറിയ പുല്ലുകൾ പോലും ബാറ്റ് കൊണ്ട് സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ബാറ്റ് ചെയ്യുന്ന കാലിസിൻ്റെ ആ ഒരു കോൺസെൻട്രേഷനും ഫോക്കസും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്ന്. യെസ്, ക്രിക്കറ്റിനെ മറ്റൊരു ലെവലിലേക്ക് വളർത്തിയ ജാക്ക് കാലിസ്. ബ്രറ്റ്ലിയുടെ ഭാഷയിൽ മാത്രമല്ല ഏതാണ്ട് ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലും ഗോട്ട് എന്നത് ജാക്ക് കാലിസ് തന്നെയാണ്.